ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബീഫ് ഡ്രൈ ഫ്രൈ അതായത് BDFൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന BDFനേക്കാൾ ടേസ്റ്റിൽ നിങ്ങൾക്ക് വീട്ടിലെ BDF തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ 3/4 കിലോ ബീഫ് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് നല്ലപോലെ കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. BDF ഉണ്ടാക്കാനായിട്ട് ഒട്ടും തന്നെ നെയ്യില്ലാത്ത ബീഫ് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് പാകത്തിനുപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ച് ഇത് പാകത്തിനൊന്ന് വേവിച്ചെടുക്കണം. BDF ഉണ്ടാക്കാനുള്ള ബീഫ് വേവിക്കുമ്പോൾ ഒരുപാടങ്ങ് വേവിച്ച് സോഫ്റ്റാക്കി കളയരുത്. ഒരുപാട് വെന്തുപോയ ബീഫ് നമ്മൾ കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്യുന്ന ടൈമിലും പിന്നെ ഫ്രൈ ചെയ്യുന്ന ടൈമിലും പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ബീഫ് പാകത്തിന് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തും കൂടി കഴിയുമ്പോൾ ഇത് നമുക്ക് കഷ്ടപ്പെട്ട് ചവച്ച് തിന്നേണ്ട ഒരവസ്ഥയായിരിക്കും. അതായത് ബീഫ് പൊടിഞ്ഞു പോകാനും പാടില്ല, നമ്മൾ കഴിക്കുന്ന ടൈമിൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണം. അതുകൊണ്ട് ബീഫ് നല്ല പാകത്തിന് വേവിച്ചെടുക്കണം. ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് വേവിച്ചെടുക്കുക. ഞാനിവിടെ കുക്കറിൽ 15 മിനിറ്റ് നേരമാണ് വേവിച്ചെടുത്തത്. എനിക്കപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒരു 15 മിനിറ്റ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക. വേവ് പോരാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക. ബീഫ് വെന്ത് കഴിയുമ്പോൾ ഒന്ന് ചൂടാറിയ ശേഷം കുക്കറിൽ നിന്നും ബീഫ് വെന്ത വെള്ളവും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബീഫ് ഇതേപോലെ നീളത്തിലൊന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ബീഫും ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കാനായിട്ട് പൊട്ടറ്റോ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിലാണ് BDF ഉണ്ടാക്കാനായിട്ട് ബീഫ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ബീഫിൻ്റെ കഷ്ണങ്ങളൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഒരു വലിയ ബൗളെടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 നാരങ്ങയുടെ നീരും ഇറച്ചി വെന്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിന് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ബീഫ് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പതിയെ വേണം ബീഫ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്, കാരണം വേവിച്ച് വെച്ച ബീഫ് ആയതുകൊണ്ട് ഒട്ടും പൊടിഞ്ഞു പോവാതെ ഓരോ കഷ്ണത്തിലും എല്ലാ മസാലയും നല്ലപോലെ കോട്ടാവുന്ന രീതിയിൽ പാകത്തിന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ചൂടായ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് ഇട്ട് കൊടുക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക, ഒട്ടിപ്പിടിച്ച് പോകരുത്. ബീഫ് ഒരു പകുതി മുരിവാകുമ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലപോലെ മൊരിഞ്ഞ് കഴിയുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബീഫ് ഡ്രൈ ഫ്രൈ അഥവാ BDF തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.